ഇവിടെ ഇങ്ങനത്തെ മറ്റേ നമ്മളെ കൗങ്ങിൻ്റെ പാളകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരോട് ഞാൻ പറഞ്ഞ് പാള കൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇവർക്ക് അത്ഭുതം. വൈക്കോലത് വരുന്നേ. അപ്പോൾ ഇവിടെ സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. നമ്മളെ നാട് വിട്ട് നമ്മളാ ഒരു എന്താ പറയുക സേഫ്റ്റി സോണിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ചെറിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ പലതും നമ്മുടെ നാട്ടിലിപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ റീക്രിയേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി കുറച്ച് കാലം ഇവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനെന്നുള്ളതാണ്. പെട്ടെന്ന് എടുത്തോ പിടിച്ചോ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതേപോലെ എടുത്തേക്കേണ്ടി വരും. मछली ज्यादा बनाता है। ये पूरा इधर का मछली है। ഇവിടെ മീന് നല്ല പ്രൊഡക്ഷൻ ആട്ടോ. കാരണം ഇവിടെ ഈ കടലത്തെ മീനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവര് മീൻ വളർത്തുക പിന്നെ പിടിക്കുക അങ്ങനെയാണ്. നമുക്ക് കടലിൽ മീൻ സുലഭമല്ല. ഇവിടെ മീൻ ഇടണം പിടിക്കണം വളർത്തിയിട്ട് എടുക്കുക കേട്ടോ. അതായത് ഇവിടെ പുരാതന ആസാമിൽ മീനില്ല, മീൻ ഇവര് ഉണ്ടാക്കിയതാണ്. നല്ല റേറ്റ് കേട്ടോ മീനിന് ഇവിടെ. നമ്മളവിടെ നാടൻ മീൻ 150 മുതലൊക്കെ സ്റ്റാർട്ടിങ് വരില്ലേ, ഇവിടെ 200-300 മുതലൊക്കെ സ്റ്റാർട്ടിങ്. മാർക്കറ്റ് ഉണ്ട് ഇവിടെ, എന്തിനും മാർക്കറ്റ് ഉണ്ട്. അതിനനുസരിച്ച് ആൾക്കാരുണ്ട് മേടിക്കാനായി. അതാണ് നമ്മളവിടെ മാർക്കറ്റ് സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് പിന്നെ ആ മാർക്കറ്റാണ് കോളാക്കുകയാണ് ചെയ്യുക. ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്, അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കുറവാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ പരിപാടി. ഇതാണ് കട്ടൻ ടൗൺ. കട്ടൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു തുണിക്കട കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബാർബർ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് മാതിരി ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നല്ല, അതിപ്പോൾ ക്ലോസിങ് ആണ്. പിന്നെ കടകളൊക്കെ കണ്ടോളി, കുറേയൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ആയി ചേഞ്ചസ് ആയി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ കടകൾ കിട്ടണമെങ്കിലും അഡ്വാൻസ് അധികമാണ്. 2 ലക്ഷം റുപ്യ 1 ലക്ഷം റുപ്യ ഇങ്ങനത്തെ സീറ്റിട്ട കടകൾക്ക് തന്നെ അഡ്വാൻസ് കൊടുക്കണം ചെറിയ റൂമിന്. വാടക കുറവാട്ടോ, വാടക ഒരു 10,000 അങ്ങനെയൊക്കെ വരുള്ളൂ മാസം. അതിലും കുറഞ്ഞിട്ടൊക്കെ ഉള്ള റൂമുകളുണ്ട്. മേലെ ഷീറ്റ് കേട്ടോ, മൊത്തത്തിൽ കോൺക്രീറ്റ് ഇട്ടിട്ടൊന്നുമില്ല. റോഡൊക്കെ നോക്കാൻ നിങ്ങൾ അധോഗതിയാണ് കേട്ടോ. നമ്മളവിടുന്ന് പിന്നെ ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാന്ത് പിടിക്കും. പക്ഷേ ക്ഷമ അതാണ് ഇവിടെ മസ്റ്റ്. ഇത് ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ. मार्केट नहीं है, कचरा है। वो सरकार रेडी करने के लिए चाहिए ना। सरकार का क्या है, सरकार का उधर बैठ के पैसा मिल रहा है ना। हाँ, उन लोग रेडी करने के लिए चाहिए ये जगह पूरा. ഇതാണ് സെൻറ്റർ കേട്ടോ, കട്ടൻ്റെ സെൻറ്റർ. ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കല്ലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഈ കല്ല് അങ്ങനെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആവില്ല. ഉണ്ടോ കാണി, ഇത് നല്ല കട്ടി ഉണ്ടല്ലോ. ये कितना साल आएगा ये कल डालने के लिए? ज्यादा नहीं, 1 साल हुआ है। अभी भी खराब है नहीं है ना? वही है, ये कट्टा डालेगा तो बहुत अच्छा है. കടകളൊക്കെ ചെറിയ കടകൾ കാര്യങ്ങൾ അടിപൊളി. ഇങ്ങനത്തെ കട്ട ഉണ്ട് ടൗണിലൊക്കെ ഉള്ളത് കൂടുതലും. ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനത്തെ കട്ടകൾ വിരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്.